കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ സർക്കാരിനുള്ള ആശയക്കുഴപ്പം അങ്ങനെ തുടരുകയാണ്. പരാതിയില്ലാതെ കേസെടുക്കാനാകുന്ന നിലപാടിൽ സർക്കാർ നിലപാടിനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടന അമ്മയിലും തർക്കമുണ്ട്. ഭിന്നതയ്ക്കിടെ അമ്മ എക്സിക്യൂട്ടീവ് ഓൺലൈനായി ചേർന്നേക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഷഫീദ് റാവുത്തർ, ശ്രീകാന്ത്, ദീപക് ധർമ്മൻ എന്നിവർ ചേർന്നു. ഷഫീദ്, ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ച വിഷയമാണ്. ഹൈക്കോടതി ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. മാൻഡമസ് റിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു എന്ന ഏറ്റവും സുപ്രധാനമായ സംഗതി അവിടെയുണ്ട്. ഷഫീദ്, അതിൽ ഗേൾസ് ഓർ വിമൻ എന്നെടുത്തു പറയുന്നത് ഒരുപക്ഷെ പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്ന കാര്യമാണോ എന്നതടക്കം ചർച്ചകൾ നടക്കുന്ന സമയത്ത് കോടതിക്ക്, നീതിപീഠത്തിന് അത് കാണാതിരിക്കാനാവില്ല. നീതിപീഠത്തിന് മുന്നിലേക്ക് ആ റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ എത്തുന്നതിനെ സർക്കാരിന് കാണാതിരിക്കാനാവില്ല, നയിക്കുന്ന CPM കാണാതിരിക്കാനാവില്ല. ഷഫീദ്, അഷ്മി, ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരും അതേപോലെ തന്നെ ഇടതുപക്ഷവും ചെറിയ രീതിയിലെങ്കിലും ആ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് പൂഴ്ത്തി, അട്ടിമറി അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതിൽ നിന്ന് മുഖം രക്ഷിക്കുക അത് എളുപ്പമാകില്ല. പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ അടിപ്പെട്ടോ എന്ന് പ്രതിപക്ഷം തന്നെ ഒരു ചോദ്യമായി ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്താൻ വരികയുമാണ്. സിനിമാ കോൺക്ലേവ്, ഇരയും അതേപോലെ തന്നെ വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ അത് തടയും, അതല്ലെങ്കിൽ അത് നടത്താൻ സമ്മതിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഈ കാര്യങ്ങൾ പറയേണ്ടത് കോടതിയാണ് എന്നുള്ളതാണ്. പക്ഷേ കോടതി മാത്രമാണോ അക്കാര്യം പറയേണ്ടതെന്നാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് 5 വർഷം സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല? അതിനും അപ്പുറത്തേക്ക് ഈ ഹേമ കമ്മിറ്റി ഇപ്പോൾ പുറത്തുവിടുമ്പോൾ പോലും അതിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ അത് സ്വകാര്യത മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഇരയായിട്ടുള്ള ആൾക്ക് അതല്ലെങ്കിൽ ഈ ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്ക് എന്ത് നീതി സംസ്ഥാന സർക്കാർ ഉറപ്പാക്കി എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. അത് ഹേമ കമ്മിറ്റി പറയുന്നത് പോലെ അവരുടെ ടെക്നിക്കൽ സാധനം, അതിൽ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ച മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞു ഇത് സ്വകാര്യതയെ മാനിക്കുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി സാംസ്കാരിക വകുപ്പിന് കത്തെഴുതി എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു തൊഴിലിടത്തിൽ ഇത്രയധികം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ, അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചൊരു കമ്മിറ്റി അത് അവർ പഠിച്ചൊരു റിപ്പോർട്ടായി സമർപ്പിക്കുമ്പോൾ അതിൽ ഗൗരവമുള്ള മൊഴി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനുശേഷം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. സ്വാഭാവികമായും ഇനി കോടതി നടപടി എന്നുള്ള ഒരു രീതി അതായിരിക്കും സംസ്ഥാന സർക്കാരും കാത്തു നിൽക്കുക. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സർക്കാരിന് ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് നിയമവിദഗ്ധർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 129 ഖണ്ഡികകൾ പുതുതായി ഒഴിവാക്കി എന്ന് പറയുമ്പോൾ പോലും അതിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തലവേദനയാകുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഹേമ കമ്മിറ്റിയുടെ വിശദീകരണം നമുക്ക് ലഭിക്കണം. ഈ പഠിച്ച ഹേമ കമ്മിറ്റി മാധ്യമങ്ങളോട് സംസാരിക്കില്ല, അതിൽ അംഗങ്ങളായിട്ടുള്ളവർ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിനാണ് ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നിയമപരമായി പോകട്ടെ എന്നുള്ള നിലപാട് ഹേമ കമ്മിറ്റിയും പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. തുടർന്ന് നടത്തേണ്ട പ്രതിരോധമടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഉയരുക. മുൻപ് ഈ സംസാരിച്ച മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത് 3 ഘടകങ്ങൾ ഒരുമിച്ചാലേ പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അതിലൊന്ന് കോടതിയുടെ ഇടപെടൽ, 2 പരാതിക്കാരുടെ ഇടപെടൽ, 3 സർക്കാരിന്റെ സമീപനം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ സർക്കാരിന്റെ സമീപനമായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും നിർണായകമായത്. അതുണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം അത് പല കോണിൽ നിന്ന് പലതരത്തിൽ ഉയരുന്നുണ്ട്. ഇനിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഇരകളുടെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ധൈര്യപൂർവ്വം വന്ന് മൊഴി തന്ന ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഹാഷ്മി, ഷഫീദ് റാവുത്തർ പറയുകയായിരുന്നു CPM യോഗത്തിന്റെ വിവരങ്ങൾ. എന്തായാലും സർക്കാരിന് ഇത്തരത്തിൽ പരാതി ഉണ്ടോ വേണ്ടേ, അല്ലെങ്കിൽ നിയമത്തിന്റെ നൂലാമാലകൾ ഒക്കെ പരിശോധിക്കുക. പക്ഷേ CPM എന്ന പാർട്ടിക്ക് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 233 പേജുള്ള റിപ്പോർട്ട് ഓൾമോസ്റ്റ് 18+ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സിനിമ കാണുന്നവരോ അല്ലാത്തവരോ ആയ വലിയൊരു ജനവിഭാഗം ഇതിനോടകം വായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം ആ മേഖലയിൽ നടന്നത് ലൈംഗിക വേട്ടയുടെ, സ്ത്രീ വിരുദ്ധതയുടെ പരമാവധിയാണ്. അതിൽ പോക്സോ അടക്കം അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളുണ്ടോ എന്നത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും. എത്രത്തോളം ക്രൂരമായ നായാട്ട് നടന്നു എന്ന റിപ്പോർട്ടിൻ്റെ സാക്ഷ്യപത്രം എല്ലാവരും വായിച്ചതാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പരാതി വേണോ വേണ്ടേ എന്നൊക്കെയുള്ള നൂലാമാലകൾ ചെയ്യുന്നത് ധാർമ്മികമാണോ എന്ന ചോദ്യം സർക്കാരിനേക്കാൾ കൂടുതൽ CPM അലട്ടേണ്ടതുണ്ട്. കാരണം ഇക്കാലം അത്രയും തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പല ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനിതാ തൊഴിലാളികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിൽ നിന്നൊരു പാർട്ടിക്ക് ഇത്തരം ഒരു പ്രത്യേക ദശാസന്ധിയിൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം CPM ചർച്ച ചെയ്യുമെന്നതിനാണ് എൻ്റെ പ്രതീക്ഷ.